സങ്കീർത്തനം 139 സങ്കീർത്തനം അതിൻ്റെ 23, 24 വാക്യങ്ങൾ. 139 സങ്കീർത്തനം 23, 24 വാക്യങ്ങൾ. ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗപിതാവേ, നിൻ്റെ വചനം അങ്ങയുടേതാണ്, അടിയൻ നിൻ്റെതാണ്. നിൻ്റെ മക്കൾ നിൻ്റെ വകയാണ്. ഞങ്ങളോട് ഇന്ന് പകൽക്കാലം സംസാരിക്കണമേ. മാനുഷ്യ ശബ്ദങ്ങളൊക്കെ ഞങ്ങളെ നിരാശപ്പെടുത്തുന്നതാണ്. എന്നാൽ ഞങ്ങളെ ബലപ്പെടുത്തുന്ന, കാദേശ് മരുവിനെ നടുക്കുന്ന, വനങ്ങളെ തോലുരിക്കുന്ന യഹോവയുടെ ശബ്ദം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യം മുഴങ്ങി കേൾക്കുവാൻ, അത് ഞങ്ങൾക്ക് ചൈതന്യമാകുവാൻ, വിടുതലാകുവാൻ, രോഗശാന്തിയാകുവാൻ, സമാധാനമാകുവാൻ ദൈവവിടയാക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കരങ്ങളെ ഒരിക്കൽ കൂടി അടിയനെ താഴ്ത്തുന്നു. ക്രൂസിൻ്റെ മറവിൽ മറിഞ്ഞു നിൽപ്പാനുള്ള കൃപ നൽകണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കഴിഞ്ഞ അനേക ആഴ്ചകളായി, ഏകദേശം 4-5 ആഴ്ചകളായി ശാശ്വതമായ വിഷയത്തെ പറ്റിയാണ് സംസാരിപ്പാനായി ദൈവം അവസരം തന്നത്. ചിലരെങ്കിലും ഓർക്കുമായിരിക്കും, 90 സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നമ്മുടെ ദൈവം ശാശ്വതവാനായ ദൈവമാണ്. 135-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവേ നിന്റെ നാമം ശാശ്വതമാണ്. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് ചിന്തിപ്പാനായി കഴിഞ്ഞത്, പുരാതനായ ദൈവം നമ്മുടെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ദൈവം ശാശ്വതമായിരിക്കുന്നത് പോലെ തന്നെ അവൻ്റെ നാമവും ശാശ്വതമാണ്, അവൻ്റെ ഭുജവും ശാശ്വതമാണ് എന്ന് ചിന്തിപ്പാൻ തൊക്കണം ഇടയായി തീർന്നു. 119-ാം സങ്കീർത്തനത്തിൻ്റെ 142-ാം വാക്യം ചിന്തിച്ചത് ഇപ്രകാരമാണ്, നിന്റെ നീതി ശാശ്വത നീതിയും നിന്റെ ന്യായപ്രമാണം സത്യവുമാകുന്നു. അവൻ്റെ നീതി ശാശ്വതമാണ്. സങ്കീർത്തനം 33-ന്റെ 11 നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞത്, യഹോവയുടെ ആലോചന ശാശ്വതമായും നിന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറയായി നിൽക്കുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിന് നമ്മോടുള്ള ഒരു ശാശ്വതമായ ആലോചനയുണ്ട്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ചിന്തിച്ചു, യഹോവയാം യാഗിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ ജനമേ എല്ലാ കാലത്തും അവനെ ആശ്രയിപ്പീൻ. ശാശ്വതമായ ഒരു പാറ നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 37-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാം വാക്യം ചിന്തിപ്പാനിടയായി തീർന്നു, യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. നമുക്കൊരു ശാശ്വത അവകാശം ദൈവം തന്നിട്ടുണ്ട്. അവൻ്റെ പുനഃനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് വായിച്ച വേദഭാഗം, എൻ്റെ മുമ്പിലെ സമയത്തിൻ്റെ പരിമിതിയുണ്ട്, 2 വാക്യങ്ങളാണ് വായിപ്പാനായിട്ട് ഇടയായി തീർന്നത്. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഇന്ന് നാം ചിന്തിപ്പാൻ പോകുന്ന വിഷയം, ഹല്ലേലൂയ, മാർഗം ശാശ്വതമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പുനഃനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്ന ദൈവം എന്ന് പറയുന്നത് ഒരു സർവ്വവ്യാപിയായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവമാണ്. ആ ദൈവത്തോട് താൻ പറയുകയാണ്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നത് നീ അറിയുന്നു, ഞാൻ എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും എല്ലാം നീ ശോധന ചെയ്യുന്നു. ദൈവത്തിന് അറിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് പകൽക്കാലം ആരാധനിക്കുന്ന ഹല്ലേലൂയ എന്ന ആരാധനയുള്ള വിഷയത്തിൽ നമുക്ക് ഇവിടെ കടന്നു വന്ന് ഒരുമിച്ചിരുന്ന നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഇടത്തും വലത്തും ഇരിക്കുന്ന സഹോദരനോ സഹോദരിക്കോ നിന്റെ ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന ചിന്തയെന്നറിയാതിരിക്കുമ്പോൾ നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തോട് ഒടുവിലത്തെ വാക്യങ്ങൾ താൻ പറയുന്ന തൻ്റെ ഒരു അപേക്ഷയാണ്, ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവം തനിക്ക് തൻ്റെ വിഷയം അറിയാം, തൻ്റെ ചിന്തകൾ തനിക്കറിയാം, താൻ എങ്ങനെ ആയിരിക്കും തനിക്കറിയാം. ഹല്ലേലൂയ. എങ്കിലും അവൻ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, തനിക്ക് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പറയുകയാണ്,
ദൈവമേ നീ എന്നെ ഒന്ന് പരിശോധിക്കണമേ. നമ്മളൊക്കെ ജോലി ചെയ്തവർക്ക് നമ്മൾ ജോലി ചെയ്യുന്നത് മറ്റുള്ളവർ ചെക്ക് ചെയ്ത് നോക്കും. ഞങ്ങൾ കാടുപണി ജോലി ചെയ്യുമ്പോൾ ടെസ്റ്റേഴ്സ് ഉണ്ട്, ചെക്കേഴ്സ് ഉണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ജോലിയൊക്കെ മറ്റുള്ളവർ ചെക്ക് ചെയ്ത് നോക്കും, ടെസ്റ്റ് ചെയ്ത് നോക്കും. അവരാണ് പറയുന്നത് ശരിയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് ആ പാർട്ട് അല്ലെങ്കിൽ പാസ്സാക്കുവാനായിട്ടിടയായിത്തീരുന്നത്. ദൈവവേദലേ, നിനക്ക് തോന്നാം നിന്റെ വിഷയത്തിൽ ഒന്നും കുഴപ്പമില്ല എന്ന് നിനക്ക് വിചാരിച്ചാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ, അവൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ അവനാണ് നിന്നെ ശോധന ചെയ്യുന്ന, നിന്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ അറിയുന്നത്, നീ ഇരിക്കുന്നത് അറിയുന്നത്, എഴുന്നേൽക്കുന്ന അറിയുന്നത്. ഹല്ലേലൂയ. അവനോട് പറയാണ്, കർത്താവേ നീ എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണമേ. നമ്മുടെ മാർഗമെന്നൊക്കെ പറയുമ്പോൾ ഇപ്പം കാണും, പിന്നെ മാറിപ്പോകുന്നതാണ്. എന്നാൽ ദൈവം നമ്മെ നടത്തുന്നത് ശാശ്വതമായ ഒരു മാർഗത്തിലാണ്. അങ്ങനെ നടത്തണമെങ്കിൽ വ്യസനത്തുള്ള മാർഗം നമ്മളുണ്ടോ എന്ന് നോക്കണം, ദൈവം നോക്കണം. അത് കണ്ടുപിടിച്ചുണരുവാൻ കഴിയുന്നുവെങ്കിൽ മാത്രമേ ശാശ്വതമായ മാർഗത്തിൽ നമുക്ക് നടക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. വേഗത്തിൽ ചില ചിന്തകൾ അതിനോടുള്ള ബന്ധത്തിൽ ഈ മാർഗത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി വായിക്കണ്ട, 19-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ മാർഗത്തെ ദൂഷിപ്പാനിടയായി തീർന്നു എന്ന് വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ മാർഗം നിമിത്തം കലഹമുണ്ടായി എന്നവിടെ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിൽ ഹല്ലേലൂയ ഈ മാർഗത്തെ പറ്റി എടുത്തു പറയുന്ന 2 വാക്യങ്ങളാണ് അവിടെ ഞാനിവിടെ ഉദ്ധരിച്ചത്. ദൈവത്തിൻ്റെ പരിനാമ സ്തോത്രം. യേശു ഒരു മതം സ്ഥാപിപ്പാനല്ല ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, യേശുവിൻ്റേത് ഒരു മാർഗമാണ്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ മാർഗം ശാശ്വത മാർഗമാണ്. ആ മാർഗത്തിനുള്ള 1, 2, 3 പ്രത്യേകതകൾ വേഗത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. സദൃശ വാക്യങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വായിച്ചാട്ടെ. സദൃശ വാക്യങ്ങൾ 6-ാം അധ്യായം 23-ാം വാക്യം. ഈ മാർഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ജീവന്റെ മാർഗമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവവേദലേ, കാലാകാലങ്ങളായി ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് പാപത്തിൻ്റെ അധീനതയിലായിരുന്ന നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, ഒരു കാലത്ത് എനിക്ക് ജീവനില്ലായിരുന്നു, എന്നാൽ നമ്മുടെ കർത്താവ് വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായി ജീവൻ നൽകുവാനുമാണ് നമ്മുടെ കർത്താവ് വന്നത്. ഈ മാർഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ജീവന്റെ മാർഗമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, ശത്രു വരുന്നത് അവനെ അറുക്കുവാനാണ്, മുടിക്കുവാനാണ്, മോഷ്ടിപ്പാനാണ്. എന്നാൽ ഞാൻ വരുന്നത് ജീവൻ നൽകുവാനാണ്, സമൃദ്ധിയായ ജീവൻ നൽകുവാനാണ്. ദൈവമക്കളെ, നാം നിൽക്കുന്ന ഈ മാർഗം ശാശ്വതമായ മാർഗം ആയിത്തീരുമ്പോൾ അതിൻ്റെ പ്രത്യേകത ഒന്ന്, അത് ജീവന്റെ മാർഗമാണ്. കർത്താവിൻ്റെ പരിനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, നല്ല ശമരിയക്കാരൻ്റെ ഉപമ കർത്താവ് പറഞ്ഞപ്പോൾ യെരൂശലേമിൽ നിന്ന് ഹല്ലേലൂയ യെരിഹോവിലേക്ക് പോകുന്ന ആയ മനുഷ്യനെ കൊള്ളക്കാർ പിടിച്ച് അവനെ ഉപദ്രവിച്ചിട്ട് അവൻ്റെ വസ്തുവകളെല്ലാം എടുത്തിട്ട് ഹല്ലേലൂയ അർദ്ധപ്രാണനായി അവനെ അവിടെ ഇട്ടിട്ട് പോകുവാൻ തൊക്കണമിടയായി തീർന്നു. നമുക്ക് സുപരിതമായ ഹല്ലേലൂയ ഒരു വേദഭാഗമാണ്. പലപ്പോഴും പ്രസംഗങ്ങൾ നാം കേട്ടിട്ടുണ്ട്. അതുവഴി 3 കൂട്ടരെ കടന്നു വരുവാൻ തൊക്കണമിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പുരോഹിതൻ കടന്നു വന്നു, അവനെ കണ്ടിട്ട് അവൻ മാറിപ്പോയി. ദൈവത്തിന് സ്തോത്രം, അവന് വേണ്ടി ഒന്നും ചെയ്തില്ല. രണ്ടാമതായിട്ട് ഒരു ലേവനെ പറ്റി നാം വായിക്കുന്നുണ്ട്. അവനും കടന്നു വന്നു, അവനും ഈ മനുഷ്യന് വേണ്ടി ഒന്നും ചെയ്തില്ല. എന്നാൽ അവന് ഹല്ലേലൂയ മറ്റൊരു മനുഷ്യൻ, ഒരു ശമരിയക്കാരൻ അവിടേക്ക് കടന്നു വന്നു. യാതൊരു വിധത്തിൽ ലോകപ്രകാരം നോക്കിയാൽ ഈ മനുഷ്യനെ സഹായിക്കേണ്ടതായ യാതൊരു ചുമതലയും തനിക്കില്ലാതിരുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ ആ നല്ല ശമരിയക്കാരൻ ഈ അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടുകൊണ്ട് അവിടെ ഇറങ്ങി ഹല്ലേലൂയ അവൻ്റെ മുറുകളെ വെച്ച് കെട്ടുവാൻ തൊക്കണമിടയായി തീർന്നു. എന്ന് മാത്രമല്ല, അവൻ്റെ വാഹന മൃഗത്തിൽ ഈ മനുഷ്യനെ കൊണ്ടുവന്ന് ദൈവത്തിന് സ്തോത്രം ഒരു ഗ്രഹത്തിലാക്കുവാൻ തൊക്കണമിടയാക്കി തീർത്തു. ദൈവത്തിന് പരിനാമത്തിന് സ്തോത്രം.
ദൈവത്തിലെ അപ്രകാരം നമ്മുടെയും ജീവിതത്തിൽ അർത്ഥപ്രാണനായി എപ്പോൾ എന്തും സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ നമ്മുടെ ജീവിതമായിരുന്ന സ്ഥാനത്ത് നമ്മെ സ്നേഹിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നല്ല ശമര്യക്കാരനായ യേശുവിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഞാൻ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ജീവൻ നൽകുവാനും സമൃദ്ധിയായി ജീവൻ നൽകുവാനുമായി കടന്നു വന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. രണ്ടാമതായി, ഈ മാർഗം വിശ്വസ്തയുടെ മാർഗമാണ്. 119 സങ്കീർത്തനത്തിൻ്റെ 30 വാക്യം ഒന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനം 119:30. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വസ്തയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. രണ്ടാമത്തെ പ്രത്യേകത ഈ മാർഗത്തിനുള്ളത് അത് വിശ്വസ്തയുടെ മാർഗമാണ്. ദൈവത്തിന് സ്തോത്രം. നാം സാക്ഷി പറയുമ്പോൾ, അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പറയും കർത്താവ് എനിക്ക് വിശ്വസ്തനായിരുന്നുവെന്ന്. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ദൈവമക്കളെ, നമ്മൾ ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചാൽ കർത്താവ് നമ്മോട് വിശ്വസ്തനായിരുന്നതുപോലെ നമുക്കാർക്ക്, എനിക്ക് പറ്റിയിട്ടില്ല, ഇവിടെ ഇരിക്കുന്ന ആർക്കും പറ്റിയിട്ടില്ല. അതൊരു സത്യമായ കാര്യമാണ്. കർത്താവിനോട് വിശ്വസ്ത പാലിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. വിശ്വസ്തയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് സംഗീതക്കാരൻ പറയുമ്പോൾ എൻ്റെ ചിന്ത യാക്കോബിലേക്ക് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് അപ്പനെയും അമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു. ദൈവത്തിന് സ്തോത്രം. അവിടെ പാർക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് താൻ കടന്നു വന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ താൻ ഭവനത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചു. 32-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവൻ്റെ മടക്കയാത്ര അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ ഹാരാനിൽ വന്നു. ദൂതന്മാരുടെ പ്രത്യക്ഷത തനിക്ക് അനുഭവിപ്പാൻ തൊക്കണം ഇടയായി തീർന്നു. ദൈവിക വാഗ്ദത്തങ്ങൾ ഏറ്റെടുക്കുവാൻ തൊക്കണം ഇടയായി തീർന്നു. അവനോടുകൂടെ ഇരിക്കാമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം കൊടുത്തു. അവൻ കടന്നുപോയി. ദൈവത്തിന്റെ പൊന്നാമന് സ്തോത്രം. ലാബാന്റെ ഭവനത്തിൽ അവൻ നാളുകൾ ചെലവഴിപ്പാൻ തൊക്കണം ഇടയായി തീർന്നു. അവൻ മടങ്ങി വരുമ്പോൾ 32-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 32-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അടുത്ത വാക്യം കൂടെ. അപ്പോ യാക്കോബ് പറയാണ്, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ ഓർത്താൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ എവിടെ കിടക്കും, എവിടെ പാർക്കും, എവിടുന്ന് ഭക്ഷണം കഴിക്കും എന്നുള്ള ചിന്തകളൊക്കെ യാക്കോബിനുണ്ടായിരുന്നു. ഹാരാനിൽ ചെന്ന് അവിടെ താനിക്ക് ഹല്ലേലൂയ അവിടുന്ന് ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് രാത്രിയിൽ അവിടെ കിടന്നുറങ്ങിയ യാക്കോബ് അധ്യായങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ 28 നിന്ന് 32 കടന്നു വരുമ്പോൾ ആ അധ്യായങ്ങളുടെ ഇടയിൽ ദൈവം അവനെ നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട് യാക്കോബ് പറയാണ്, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഞാനും നിങ്ങളും ഒരിക്കൽ കടന്നു വരുവാൻ ദൈവം ഇവിടെയാക്കി. ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ കടന്നു വന്നപ്പോൾ അടുത്ത സ്റ്റെപ്പുകൾ എങ്ങനെ വെക്കുമെന്ന് പലപ്പോഴും ഭാരപ്പെട്ട സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നില്ലേ? കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുമെന്നും അവരുടെ ഭാവി എന്താവുമെന്നും വിചാരിച്ച് നെടുവീർപ്പിട്ട അനേക രാത്രികൾ ഉണ്ടായിരുന്നില്ലേ? ഇന്ന് പകൽക്കാലം ഒന്ന് തിരിഞ്ഞു നോക്കാം. യാക്കോബിനോട് ചേർന്നൊന്ന് പറയാം, കർത്താവേ, നീ എന്നോട് കാണിച്ച വിശ്വസ്തതയ്ക്ക് ഞാൻ അപാത്രമാണ്. ഹല്ലേലൂയ. ഒരു ഉണക്കവടിയോടുകൂടെ മാത്രം ഞാൻ ഇറങ്ങിത്തിരിച്ചതാണ്. എന്നാൽ ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയും, നീ എന്നെ 2 കൂട്ടമാക്കി തീർത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 1981 ജാനുവരി മാസം 4-ാം തീയതി ഈ പട്ടണത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ സാലിയുടെ ബ്രദറിന്റെ ഭവനത്തിൽ ഞങ്ങൾ ചില മാസങ്ങൾ താമസിപ്പാനിടയായി തീർന്നു. അന്ന് സ്നോ പെയ്ത് 8, 10, 15 വടികളൊക്കെ ആ സ്നോ പെയ്ത് കിടക്കുന്ന സമയത്ത് ജോലിക്ക് വേണ്ടി ഞാനും ബേബിച്ചായനും കൂടി അനേക മൈലുകൾ ആ സ്നോയിൽ കൂടി നടന്ന് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് ആഗ്രഹിച്ച സന്ദർഭങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. $5 ഒരു ജോലി കിട്ടിയാൽ അത് മതി, സ്നോയ്ക്കകത്ത് ആ സ്നോയിൽ നിന്നുകൊണ്ട് വെളിയിൽ ജോലി ചെയ്താലെങ്കിൽ എന്നാലും മതി എന്ന് ആഗ്രഹിച്ച സന്ദർഭങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ദൈവം ആരുടെയും കടക്കാരനല്ല.
ദൈവത്തിൻ്റെ വിശ്വസ്തത, അവൻ്റെ ദയാകാശത്തോളും അവൻ്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു എന്ന് പറയുവാൻ ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ദൈവവസരങ്ങളെ ഒരുക്കിയിരിക്കുന്നു. അവൻ്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ മാർഗത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, ഇത് വിശ്വസ്തതയുടെ മാർഗമാണ്. ദൈവത്തിൻ്റെ പൊന്നുനാമത്തിന് സ്തോത്രം, 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 സ്തോത്രം. ദൈവവചനത്തിൻ്റെ ഉടനീളം കാണുന്ന വിശുദ്ധന്മാരോട് ചോദിച്ചാൽ അവർക്കെല്ലാവർക്കും പറയാനുള്ള സാക്ഷ്യം അത് തന്നെയാണ്. ഇത് വിശ്വസ്തയുടെ മാർഗമായി തിരഞ്ഞെടുക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പകൽക്കാലം നീ ഈ നന്മകൾ അനുഭവിക്കുമ്പോൾ, ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ നിനക്ക് നിഗളിപ്പാൻ യാതൊരു കാര്യവുമില്ല. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാര്, പ്രാർത്ഥിക്കുന്ന ദൈവസഭ, പ്രാർത്ഥിക്കുന്ന കൂട്ടുവിശ്വാസികള്, പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ ഉള്ളത് കൊണ്ടാണ് ദൈവം നിന്നെ കാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കും പറയാം, കർത്താവേ, വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുക്കുവാൻ നീ എനിക്ക് ഭാഗ്യം തന്നല്ലോ, അതിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഞാൻ വേഗത്തിൽ കടന്നു പോകട്ടെ. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വിശ്വസ്തയുടെ മാർഗമാണ്. ഒന്നാമത്തെ പ്രത്യേകത ജീവന്റെ മാർഗമായിരിക്കുമ്പോൾ ആ ജീവന്റെ മാർഗത്തിൽ കർത്താവ് നമ്മളെ കൊണ്ടുവന്നു. രണ്ടാമത്തെ പ്രത്യേകത ഇത് വിശ്വസ്തയുടെ മാർഗമാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ പോലെ വിശ്വസ്തനായ ആരെയും നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ രാത്രിയിൽ നടന്ന മാസയോഗത്തിൽ കർത്താവിൻ്റെ വിലയേറിയ പാസ്റ്റർ MI ഈപ്പൻ ദൈവനെ ശുശ്രൂഷിച്ചപ്പോൾ കർത്താവിൻ്റെ ദാസൻ എടുത്തു പറഞ്ഞ വിഷയം ഇതാണ്: ദൈവമക്കളാകുന്ന നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നാം വിശ്വസ്തരായിരിക്കണമെന്നുള്ളതാണ്. സങ്കീർത്തനം നാം വായിക്കുന്നു, യഹോവേ, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്ന ഒരു കാലയളവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് വിശ്വസ്ത പാലിപ്പാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല എങ്കിലും ദൈവത്തിലെ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അവൻ ഇന്നലെ വിശ്വസ്തനായിരുന്നവൻ പിന്നെയും നമ്മെ നടത്തുവാൻ കഴിവുള്ള ദൈവമാകുന്നുണ്ട്. ഞാൻ ഇന്ന് പലകാലം എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തോട് വിശ്വസ്ത പാലിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്നോട് അവൻ വിശ്വസ്തനായിരിക്കും. കർത്താവിൻ്റെ പൊന്നുനാമത്തിന് സ്തോത്രം. ഞാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KC ജോൺ ഒരിക്കൽ താൻ സൂക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞതായ ഒരു കാര്യം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്തിൻ്റെ ആദ്യ സമയത്ത്, പെന്തക്കോസ്തിലേക്ക് അധികം ആളുകൾ കടന്നു വരാതിരുന്ന സമയത്ത്, ഒരു ചെറ്റക്കുടിൽ പാർത്തിരുന്നായ ഒരു മാതാവും പിതാവും തൻ്റെ കുഞ്ഞുങ്ങളുമായി ആ ഭവനത്തിൽ പാർക്കുമ്പോൾ രാത്രിയിൽ സന്ധ്യാസമയത്ത് ദൈവദാസന്മാർ ചിലർ ആ ഭവനത്തിൽ കടന്നു വരുവാൻ തൊക്കണമിടയായി തീർന്നു. ആ ഭവനത്തിൽ അവർക്ക് കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കുവാനായിട്ട് കാപ്പിപ്പൊടിയുണ്ട്, എന്നാൽ വിറകില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവദാസന്മാരെ മാനിപ്പാനായി ആഗ്രഹിച്ച ആ പിതാവ് അവിടെ ആ ചെറ്റക്കുടലിൻ്റെ ഭിത്തിയായിരിക്കുന്ന ഓല മേഞ്ഞതായ ഭാഗം, ഓല കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആ ഭാഗം താനെ വലിച്ചു പൊളിക്കുവാൻ തൊക്കണമിടയായി തീർന്നു. ആ കുടുംബത്തിൻ്റെ മകൻ ഇപ്പോൾ അമേരിക്കയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ പ്രിയ മകൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KC ജോണിനോട് പേഴ്സണലായി പറഞ്ഞ വിഷയമാണ്. താൻ ഒരു പ്രസംഗമധ്യേ പ്രസ്താവിച്ചതാണ്. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ദൈവത്തിൻ്റെ പൊന്നുനാമത്തിന് സ്തോത്രം. അന്ന് ആ പ്രിയ പൈതലിന്, കൊച്ചുകുട്ടിയായിരിക്കുന്ന പൈതലിന് ആ കാര്യം മനസ്സിലായില്ല. എന്തിനെൻ്റെ പിതാവ് ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ഭവനത്തിൻ്റെ ഭിത്തി വലിച്ചു പൊളിക്കുന്നുവെന്ന്. അങ്ങനെ ഭിത്തി വലിച്ചു പൊളിച്ച് വന്ന ദൈവദാസന്മാർക്ക് കട്ടൻ കാപ്പി ഇട്ട് കൊടുത്ത് അവരെ പറഞ്ഞയപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KC ജോൺ ഈ പ്രിയ ആ കുടുംബത്തിലെ മകനുമായി അമേരിക്കയിൽ വെച്ച് സംസാരിച്ചപ്പോൾ താൻ പറഞ്ഞ സാക്ഷ്യം ഇപ്രകാരമാണ്: എൻ്റെ പാസ്റ്ററെ, അന്ന് എൻ്റെ അപ്പച്ചൻ ഞങ്ങളുടെ ഭവനത്തിൻ്റെ ഭിത്തി പൊളിക്കുന്നതിൻ്റെ അർത്ഥമെന്ന് അന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി. 6 അക്കത്തിലുള്ള ശമ്പളം അമേരിക്കയിൽ വാങ്ങിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹത്താൽ അവർ പാർക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തത. കർത്താവിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തെങ്കിൽ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെലവിട്ടെങ്കിൽ, എന്തെങ്കിലും ഹല്ലേലൂയ കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിച്ചെങ്കിൽ, കർത്താവ് വിശ്വസ്തനാണ്. അവൻ നിന്നെ മറക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പോട്ട് കടന്നു പോകട്ടെ. ഹല്ലേലൂയ. ഈ മാർഗം വിശ്വസ്തയുടെ മാർഗമാണ്. നമ്മുടെ പിതാക്കന്മാർക്ക്, മാതാക്കൾക്ക് നാം ഇപ്പോൾ അനുഭവിക്കുന്ന നന്മകൾ പലതും കാണുവാനോ കേൾക്കുവാനോ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. എന്നാൽ അവരെ മാനിച്ച ദൈവമാണ് എന്നെയും നിന്നെയും ഇപ്രകാരം കൊണ്ടുവന്നെന്നുള്ള കാര്യം ഇന്ന് പലകാലം മറന്നു പോകരുത്. അവൻ വിശ്വസ്തയുടെ ദൈവമാണ്. ഈ മാർഗം വിശ്വസ്തയുടെ മാർഗമാണ്. ദൈവം ബുദ്ധി തന്നിട്ടാണ് പഠിച്ചത്. ദൈവം കൃപ തന്നിട്ടാണ് നിനക്കുള്ള ജോലി ഇപ്പോൾ ഉള്ളത്.
ദൈവം ആരോഗ്യം തന്നിട്ടാണ് എല്ലാ ദിവസവും ജോലിക്ക് പോകാൻ കഴിയുന്നത്. അത് നിന്റെ മിടുക്കാൻ നീ പറയരുത്, നിന്റെ ഹല്ലേലൂയ ശ്രേഷ്ഠതയാണെന്ന് പറയരുത്. ദൈവത്തിന്റെ കൃപയാണ്, അവന്റെ വിശ്വസ്തതയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ഞാൻ പറയും തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുഭവിപ്പാൻ കാലാകാലങ്ങളായി തന്നിരിക്കുന്ന അവസരങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ വേഗത്തിൽ നിർത്തണമല്ലോ. അടുത്ത വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 78-79 വാക്യങ്ങൾ. മൂന്നാമത്തെ പ്രത്യേകത ഈ മാർഗത്തിനുള്ളത് അത് സമാധാനത്തിന്റെ മാർഗമാണ്. പ്രൈസ് ഗോഡ്. ജീവന്റെ മാർഗം ആയിരിക്കുന്നിടത്തോളം തന്നെ, വിശ്വസ്തയുടെ മാർഗമായിരിക്കുന്നിടത്തോളം തന്നെ ഈ മാർഗത്തിന്റെ പ്രത്യേകത സമാധാനത്തിന്റെ മാർഗമാണ്. ഇന്ന് വീടുകളിൽ സമാധാനമില്ല, ജോലിക്ക് എന്നാൽ സമാധാനമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ നമ്മുടെ ഗ്രേസ് പെന്തക്കോസ്റ്റൽ ചർച്ചിൽ അവിടെ ആരാധിക്കുന്ന ജെയിംസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഡോക്ടറാണ്. ഹല്ലേലൂയ. താൻ റെസിഡൻസി ചെയ്തുകൊണ്ട് അവിടെ ന്യൂയോർക്കിൽ ഒരു ഹോസ്പിറ്റലായിരിക്കുമ്പോൾ അതിനു മുമ്പേ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ വന്നിട്ട് പലരെയും വെടിവെച്ച് വീഴ്ത്തുവാൻ തൊക്കണം ഇടയായി തീർന്നു. ആ ജെയിംസ് ഇപ്പോഴും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷമാണ് എല്ലായിടത്തും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവമക്കളെ, നമ്മുടെ കഴിവ് കൊണ്ടല്ല, കർത്താവ് പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോന്നു. ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിന് ദൈവം തന്ന സമാധാനം എടുക്കാനായിട്ട് കഴിയത്തില്ല. നമുക്ക് പല സന്ദർഭങ്ങളിലും സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ബദലേ യേശുവിന്റെ മാർഗം സമാധാനത്തിന്റെ മാർഗമാണ്. അവൻ പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. സമാധാനത്തെ പറ്റി പറയാൻ നിന്നാൽ ഞാൻ മണിക്കൂറുകൾ നിൽക്കേണ്ടതായിട്ട് വരും. വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. സമാധാനത്തെ പറ്റി ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 26-ാമത്തെ അധ്യായത്തിൽ തന്നെ 2 പ്രാവശ്യം പറയുന്നുണ്ട്. അവിടേക്ക് ഞാൻ പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, ഞാൻ ദേശത്ത് സമാധാനം വരുത്തും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്നെ പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. കർത്താവ് സമാധാനം തന്നു കഴിഞ്ഞാൽ പിന്നെ കലങ്ങേണ്ട ആവശ്യമില്ല, ഭ്രമിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. 29-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം സുപരിതമായ വേദഭാഗമാണ്. ഇപ്രകാരമാണ് വായിക്കുന്നത്, ദൈവം തന്റെ ജനത്തിന് ശക്തി നൽകും, അവൻ അവരെ സമാധാനം നൽകി അനുഗ്രഹിക്കും. 2 കാര്യം ദൈവം തരും. ഒന്ന് ശക്തി തരും, രണ്ടാമത് സമാധാനം തരും. ദൈവത്തിൻ്റെ ബദലേ ആരാധനയ്ക്ക് കടന്നു വന്നിട്ടും നിനക്ക് സമാധാനമില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. ദൈവം തരുന്നത് സമാധാനമാണ്. അവൻ്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്ന മിക്കവാറും എല്ലാ ആഴ്ചകളിലും വായിക്കുന്ന ഒരു വേദഭാഗമാണ്, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി. നാം സമാധാനം പ്രാപിക്കേണ്ടതിന് നമ്മുടെ കർത്താവിൻ്റെ മേൽ ആ ശിക്ഷ ആവുവാൻ തൊക്കണം ഇടയായി തീർന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇപ്രകാരമാണ്, നമ്മുടെ കർത്താവ് സമാധാന പ്രഭുവാണ്. ദൈവത്തിന് സ്തോത്രം. 26-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ദൈവത്തിന് സ്തോത്രം. ഭാഗികമല്ല, ഭാഗികമല്ല, ഭാഗികമല്ല. ദൈവത്തിൽ ആശ്രയിക്കും ദൈവത്തിന്റെ പൈതലേ, ദൈവവചനം പറയുന്നു, നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ഹല്ലേലൂയ. 48-ാം അധ്യായത്തിന് 18-ാം വാക്യപ്രകാരമാണ്, അയ്യോ നീ എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു, എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവസമാധാനം തരുമ്പോൾ ഒരു ബക്കറ്റിൽ തരുന്നതല്ല, നദി പോലെ സമാധാനം തരുന്നവനാണ് നമ്മുടെ ദൈവവും. കർത്താവിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 48-ാം അധ്യായം 22-ാം വാക്യപ്രകാരം വായിക്കുന്നു, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 87-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദുഷ്ടന്മാരോ
കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. അതിന് അടങ്ങിയിരിപ്പാൻ കഴിയുകയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൻ്റെ മക്കൾക്ക്, ദുഷ്ടന്മാർക്ക് സമാധാനമില്ലാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പകൽക്കാലം നീ സമാധാനത്തോടെ ആരാധിക്കുന്നുവെങ്കിൽ അത് ദൈവം തന്ന സമാധാനം കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. 4 സങ്കീർത്തനത്തിൻ്റെ 8 വാക്യത്തിൽ നമുക്ക് സുപരിചിതമായൊരു വേദഭാഗമുണ്ട്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്ന. ദൈവത്തിന് സ്തോത്രം. അനേകർ ഉറങ്ങുവാൻ കഴിയാതിരിക്കുമ്പോൾ, അനേകരെ പിൽസിന് അടിമകളായി ഉറങ്ങുവാനായി ഭാവിക്കുമ്പോൾ, നീ സമാധാനത്തോടെ ഉറങ്ങുന്നുവെങ്കിൽ നമുക്ക് പറയാം, കർത്താവേ നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമാലേഖനം 14 അധ്യായത്തിന്റെ 17 വാക്യപ്രകാരമാണ്, ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകൾ ഹല്ലേലൂയ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ്. അവിടെ നാം വായിച്ചത് ദൈവരാജ്യം, ഹല്ലേലൂയ, അത് അവിടെ സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിൽ സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് താൻ എഴുതുന്ന ഇപ്രകാരമാണ്. 4 അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ നാം പലപ്പോഴും കോട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന വേദഭാഗങ്ങളാണ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, സകലവും പ്രാർത്ഥനയാലും യാചനയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. രോഗമായിരുന്നോ, സർജറിയാണോ, കുഞ്ഞുങ്ങളുടെ വിഷയമാണോ, അല്ലെങ്കിൽ നിന്റെ ആരോഗ്യസ്ഥിതിയാണോ, ഏതായാലും അതെല്ലാം സ്തോത്രത്തോട് ദൈവത്തോട് അറിയിച്ചാൽ അവിടെ പറയുന്നില്ല അതിനെല്ലാം മറുപടി തരാമെന്ന്. എന്നാൽ അടുത്ത വാക്യം വായിക്കുമ്പോൾ, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളെയും നിങ്ങളുടെ ഹൃദയങ്ങളെയും ക്രിസ്തുയേശുവിൽ കാക്കുവാൻ ഇടയായി തീരും. ദൈവത്തിന് പരിനാമ സ്തോത്രം. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാത്തിനും മറുപടി ലഭിച്ചില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആ വിഷയങ്ങളുടെ മേൽ ഒരു സമാധാനം ദൈവം നിനക്ക് തരുന്നവനാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ഏതൊരു വിഷയത്തിലെങ്കിലും ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ നമ്മുടെ ദൈവം സമാധാനം നൽകുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. ഹല്ലേലൂയ. ഓരോ ലേഖനങ്ങളും എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഇപ്രകാരമാണ്. റോമാലേഖനം 16 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴാക്കി ചതച്ചു കളയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് വിരോധമായി പൊങ്ങുന്ന സാത്താന്യ ശക്തികൾ കടന്നു വരുമ്പോൾ നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. അവനാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവൻ്റെ വലിയ നാമം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൊലോസ്യ ലേഖനം 3 അധ്യായത്തിൻ്റെ 15 വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനായിട്ടല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിലും പലയിടങ്ങളായി നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ പൊന്നാമം നന്ദിയോടെ സ്തോത്രം. എല്ലാ വാക്യങ്ങളും വായിപ്പാനായിട്ട് എനിക്ക് കഴിയത്തില്ല, സമയം എൻ്റെ മുമ്പിലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. നാമലേഖനങ്ങൾ വായിക്കുമ്പോൾ അവിടെയൊക്കെ കാണുന്ന ഒരു പദമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. റോമാലേഖനം 16 അധ്യായത്തിൻ്റെ റോമാലേഖനം 1 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ലേഖനങ്ങളൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞ രാത്രിയിൽ അത് അഡ്രസ്സ് ചെയ്യുന്ന സമാധാനം എന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്യുന്ന വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ ഹല്ലേലൂയ, അവിടെയെല്ലാം ദൈവദാസന്മാർ അപ്പോസ്തലന്മാർ പറയുന്നത് കൃപയോടുകൂടെ തന്നെ സമാധാനം ഉണ്ടാകട്ടെ. ദൈവമക്കളെ, നാം ദൈവകൃപ കൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നെങ്കിൽ അതോടുകൂടെ തന്നെ സമാധാനവും തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. റോമാലേഖനം 1 അധ്യായത്തിന്റെ 4 വാക്യം, 2 കൊരിന്ത്യർ 1:3, ഫിലോമോന്റെ ലേഖനം 3 വാക്യം, 1 പത്രോസ് 1:2 വാക്യം. അല്ലെങ്കിൽ അങ്ങനെ 10, 17, 18 സ്ഥലങ്ങളെല്ലാം അവിടെ വായിപ്പാനായിട്ട് കഴിയുന്നത് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കൃപ മാത്രമല്ല, അവിടെ സമാധാനം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. ഈ മാർഗത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഹല്ലേലൂയ, ഒന്നാമത് അത് ശാശ്വത മാർഗമായിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ ശ്രേഷ്ഠതയിൽ 1 അത് ജീവന്റെ മാർഗമാണ്. ഹല്ലേലൂയ. 2 അത് വിശ്വസ്തയുടെ മാർഗമാണ്. 3 അത് സമാധാനത്തിൻ്റെ മാർഗമാണ്. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ മനസ്സ് തകർന്നവരായി, സമാധാനമില്ലാത്തവരായി,
ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നെങ്കിൽ സമാധാനത്തിൻ്റെ ദൈവം ഇന്ന് പലകാലം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. അവൻ വേഗത്തിൽ ശത്രുവിനെ നിങ്ങളുടെ കാൽ കീഴാക്കി ജയം തരുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കും. ദൈവത്തിൻ്റെ പരിനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവം ഇതിലെ കൃപയോടുകൂടെ ലേഖനങ്ങളെല്ലാം നാം വായിക്കുന്നു. എടുത്തു വായിപ്പാൻ എൻ്റെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ. ഹല്ലേലൂയ. കൃപയോടുകൂടെ തന്നെ സമാധാനം തരുന്നവനാണ് നമ്മുടെ ദൈവം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായ എൻ്റെ ആരി ഇല്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായ എൻ്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങിതാൻ പൂജ ബലത്താൽ എന്നെ നടത്തിയിടുന്നു. അവൻ ഹല്ലേലൂയ, അവൻ എന്നെ താങ്ങിതാൻ പൂജ ബലത്താൽ എന്നെ നടത്തിയിടുന്നു. യേശുവിൻ നാമം ആയൻ, യേശുവിൻ ആയൻ ജീവിതത്തിൽ ഏകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമയെനിക്കെത്രയാനന്ദ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമയെനിക്കെത്ര